അപ്പോൾ നിലവിലിപ്പോൾ പി കെ ശശിയെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു. രണ്ടാമത് പി കെ ശശി പറയുന്നതിനൊക്കെ ഇനി മുഖവിലയ്ക്ക് എടുക്കേണ്ട കാര്യമുണ്ടോ? അല്ല, ഞാൻ പറയണത് നിങ്ങളെല്ലാം ഈ കേരളത്തിലെ വളരെ സജീവമായി കാര്യങ്ങളെ കാണുകയും വെളിച്ചത്ത് കൊണ്ടുവരികയും ചെയ്യുന്നവരാണല്ലോ. അപ്പോൾ പി കെ ശശി എനിക്കെതിരെ പറഞ്ഞൊരു ആരോപണം നിങ്ങളിപ്പോൾ ഇവിടെ ആവർത്തിച്ചല്ലോ. ആ ആരോപണത്തിൽ എന്തെങ്കിലും കഴിയുമ്പോൾ നിങ്ങൾ നല്ല പത്രപ്രവർത്തകരാണ്. ഏത് കാര്യം പൊതുസമൂഹത്തിൽ വെളിച്ചത്ത് കൊണ്ട് നന്നായി പരിശ്രമം നടത്തുകയും എന്തെങ്കിലും അത്തരത്തിലൊരു കാര്യം എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ടാൽ ഞാൻ ഈ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. ഞാൻ രാഷ്ട്രീയത്തിൽ വന്ന കാലം മുതലുള്ള എൻ്റെ സമ്പത്തും എൻ്റെ എല്ലാം ഒന്ന് അന്വേഷിക്കുക. ഒരു തരി മണ്ണിൻ്റെ വലുപ്പമോ ഞാൻ ജീവിക്കുന്ന എൻ്റെ ഭാര്യയുടെ വരുമാനത്തിൽ നിന്നും അധികമായി എന്തെങ്കിലും ഒരു തരിയുടെ സമ്പത്തിൻ്റെ വലുപ്പമോ എൻ്റെ കുടുംബത്തിലോ എൻ്റെ വ്യക്തി ജീവിതത്തിലോ ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ടാലും ഞാനിപ്പോൾ പറഞ്ഞത് ആവർത്തിക്കുക. എന്നാൽ പി കെ ശശി അതിന് തയ്യാറാവുമോ? പി കെ ശശി അതിന് തയ്യാറാവുമോ? പി കെ ശശിയുടെ പൊതുജീവിതം ആരംഭിക്കുന്ന കാലം മുതൽ ഇന്ന് ദിവസം വരെയുള്ള അയാളുടെ സമ്പത്തങ്ങടെ എടുത്ത് പരിശോധിക്കുക. ഞാൻ വേണമെങ്കിൽ ഇപ്പം എൻ്റെ കയ്യിൽ തെളിവില്ല, ഞാൻ തെളിവുകളൊക്കെ വിളിച്ചു തരാം. ഞങ്ങൾ അന്വേഷിച്ച കുറേ കാര്യങ്ങളുണ്ടല്ലോ. പി കെ ശശി എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിൽ നടപടിയെടുക്കുക, തിരിച്ചു വരിക, നടപടിയെടുക്കുക, തിരുത്തി പറഞ്ഞ് തിരിച്ചു വരിക, ഇതായിരുന്നല്ലോ. ഇങ്ങനെ ഒരാൾ പാലക്കാട് ജില്ലയിലില്ല. അത് SFI കാലം മുതൽ അങ്ങനെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരാളുടെ എല്ലാം പ്രസ്താവനയെ മുഖവിലക്കെടുക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിനെ ഒരു തരത്തിലും മുഖവിലക്കെടുക്കുന്നില്ല, വളരെ നിസ്സാരമായി അവഗണിച്ചു തള്ളുന്നു എന്നുള്ളതാണ് എൻ്റെ ഭാഗത്തുനിന്നുള്ളത്. പലരും പാർട്ടി വിടുമ്പോൾ പലതരത്തിലുള്ള സിംഗിൾ ഇഷ്യൂസ് ഉണ്ടാവും, ആശയപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവും, എന്തെങ്കിലും സ്ഥാനമാനങ്ങളൊക്കെ ഉണ്ടാവും. ഇക്കാര്യത്തിൽ താങ്കളെ വ്യക്തിപരമായി താങ്കളുടെ നേരത്തെ പറഞ്ഞ പോലെ തിരിച്ചു കച്ചവടമാണ് എന്നത് അതിനപ്പുറം വ്യക്തിപരമായി ചിറ്റൂരിലുള്ള ആളുകളോട് ചോദിച്ചാൽ അറിയാം എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ശശി ഉന്നയിക്കുന്നു. അതെ, എൻ്റെ പൊതുജീവിതം ഉള്ളത് ചിറ്റൂരാണല്ലോ, ചിറ്റൂർ കേന്ദ്രമാണല്ലോ. മണ്ണാർക്കാട് പോയി ശശിനിയും അന്വേഷിക്കുക, ചിറ്റൂർ വന്ന് സുരേഷ് ബാബുവിനെ അന്വേഷിക്കുക എന്ന് ഞാനതല്ലേ പറഞ്ഞത്. നിങ്ങൾക്കല്ലേ അതിൻ്റെ ഏറ്റവും എളുപ്പമാർഗം. നിങ്ങളോടല്ലേ ഞാൻ പറയുന്നത്. അതായത് പത്രപ്രവർത്തകർ, ഞങ്ങളെ നിരന്തരം വിമർശിക്കുന്ന പത്രപ്രവർത്തകരോടാ. ഞങ്ങളുടെ ശരിതെറ്റുകളെ കൃത്യമായി പൊതുസമൂഹത്തിൽ കുറച്ചുകൂടി നന്നായി വലിപ്പത്തിൽ അവതരിപ്പിക്കുന്ന ആളുകളാണ് നിങ്ങൾ കുറച്ചുകൂടി. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, ശശിയോടല്ല. ശശി പോട്ടെ, ശശിന് ഒന്നും പറ്റാത്തൊരുത്തൻ, അതിനൊന്നും ഞാൻ മുഖവിലക്കെടുക്കുന്നില്ല ശശിനെ. നിങ്ങളോട് ഞാൻ പറയുന്നു, എൻ്റെ പൊതുജീവിതത്തിൽ ഈ പറഞ്ഞ ആരോപണം അതെ നിങ്ങൾ ഈ പി കെ ശശി എന്ന് പറയുന്ന ഒരാളെ നിങ്ങളാണല്ലോ ഇത്രയും വലിയ ഒരു സംഭവമാക്കി മാറ്റിയത്. അതായത് ശശിൻ്റെ തീവ്രത അളന്നത് നമ്മുടെ ബാലേട്ടനും ശ്രീമതി ടീച്ചറുമാണെന്നാണല്ലോ നിങ്ങൾ തന്നെ പരസ്യപ്പെടുത്തിയത്. ഇനി VD സതീശന് മറ്റൊന്ന് അളക്കട്ടെ, കുറേ കാലം VD സതീശന് ഇയാളുടെ തീവ്രതയൊന്ന് അളക്കട്ടെ എന്ന് മനസ്സിലായില്ലേ? അല്ല, ഞാൻ പറയാ, ഇതുവരെ നിങ്ങൾ അതാണല്ലോ പറഞ്ഞത്, തീവ്രത അളന്നുകൊണ്ടിരിക്കുകയാണ് ഇവർ രണ്ടുപേരും. ഇനി VD സതീശനെ അളക്കട്ടെ. ഒറ്റപ്പാലത്ത് ശശി സ്ഥാനാർത്ഥിയാകുമെന്നാണ് പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ വെല്ലുവിളി അതുണ്ടാക്കുമോ? ഒറ്റപ്പാലത്ത് CPM-നും ഇടതുപക്ഷത്തിനും സ്ഥാനാർത്ഥിയുണ്ട്. പിന്നെ ഏതെങ്കിലും വഴി കൂടെ പോകണവനൊക്കെ സ്ഥാനാർത്ഥിയാകണതിനൊക്കെ ഞാൻ മറുപടി പറയേണ്ട കാര്യമുണ്ടോ? അല്ല, UDF-ൽ വഴി കൂടെ പോണവനും അടുക്കളപ്പണിക്കാരനും ഉൾപ്പെടെ, അടുക്കളയിൽ ഞങ്ങളുടെ നേതാക്കളുടെ അടുക്കളയിൽ പാചകക്കാരനും കൊടപിടിച്ച് നടന്നവനൊക്കെ ഇപ്പോൾ സ്ഥാനാർത്ഥിയാക്കുന്നു. UDF-ന്റെ ഗതികേടല്ലേ എന്നത്? UDF-ന്റെ ഗതികേടല്ലേ? ഞങ്ങളുടെ പാർട്ടിയുടെ നേതൃത്വത്തിൻ്റെ അടുക്കളയിൽ പണിയെടുത്തവനും കൊടപിടിച്ചവനും അതുപോലെ പാർട്ടിയുടെ എല്ലാവിധ സ്ഥാനമാനങ്ങളും കാലാകാലമായി
അനുഭവിച്ച് അതിൻ്റെ സുഖം കണ്ട് അതിൽ നിന്ന് പരമാവധി വെട്ടിപ്പ് നടത്തി, സാമ്പത്തിക വെട്ടിപ്പ് നടത്തി, അതിൽ പാർട്ടി നടപടി നേരിട്ടാൽ ആ പാർട്ടി നടപടി നേരിട്ടതിനെ തിരുത്തി ഒരു കമ്മ്യൂണിസ്റ്റ് ബോധത്തോടുകൂടി തിരിച്ചു വരുന്നതിന് പകരം ഞാനിത് തുടരും, എനിക്ക് ഈ പണിയാണ് നല്ലത്, ഏത് ഈ വെട്ടിപ്പും തട്ടിപ്പുമാണ് എൻ്റെ പണി, ഞാനിത് തുടരും എന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കണവനോടൊക്കെ എന്ത് പറയാനാ? അതാണ് ഞാൻ പറയുന്നത്. നിങ്ങളാണല്ലോ ഇവരെയെല്ലാം, അതായത് CPM-നോടൊപ്പം നിൽക്കുമ്പോൾ കൊള്ളരുതാത്തവർ. ഇനിയിപ്പോൾ ഈ പറയുന്ന ഇയാൾ വലിയ മഹാനാക്കി നിങ്ങൾ മാറ്റുമല്ലോ, നിങ്ങളത് അന്വേഷിക്കുന്നത്.